മലങ്കര കാതലിക് ടിവിയിലെ കാറ്റക്കേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ക്രിസ്തീയ വിശ്വാസി അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ നാം എല്ലാ ദിവസവും പ്രാർത്ഥനകളിൽ ചൊല്ലുന്നത്. 325 നൈസ്യൻ സൂനോദോസിലും അതുപോലെ തന്നെ 381 കോൺസ്റ്റാന്റിനോപ്പിൾ സൂനോദോസിലും ക്രോഡീകരിക്കപ്പെട്ട വിശ്വാസ പ്രമാണമാണ് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന പേരിൽ നമ്മൾ ചൊല്ലുന്നത്. ഈ വിശ്വാസ പ്രമാണത്തിൽ അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാണ് ആദ്യമേ വിശ്വസിക്കുന്ന കാര്യം സൂചിപ്പിക്കുക. ഒന്നാമതായി പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, രണ്ടാമത് പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മൂന്നാമത് പരിശുദ്ധാത്മാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്നും ഈ 3 വ്യക്തികളും അവരുടെ സാരാംശത്തിൽ സത്തയിൽ ഒന്നായിരിക്കുന്നുവെന്നും അങ്ങനെ ത്രിയേക ദൈവമാണെന്നും ഉള്ള അടിസ്ഥാന വിശ്വാസമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ 3 പാരഗ്രാഫിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുക. അതിനോട് ചേർന്ന് പറയുന്നത് സഭയെ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു. സഭയെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥ സഭയുടെ 4 ലക്ഷണങ്ങൾ കൂടി അവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാലാമതായി പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് നിൽക്കേണ്ട അല്ലെങ്കിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിശ്വാസ സത്യമാണ് സഭയെ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു. ഈ സഭയുടെ 4 സവിശേഷതകൾ, വിശേഷണങ്ങൾ പ്രത്യേകമായിട്ട് വിശ്വാസ പ്രമാണത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് പറയുക: ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നിഖ്യ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ധാരാളം സഭകളുണ്ട്. പരസ്പരം സംസർഗമില്ലാത്ത ധാരാളം സഭകളും നൈസ്യൻ ക്രീഡ് ചൊല്ലുന്നവരുണ്ട്. അവരും ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സഭ, സത്യസഭ? ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ യേശു സ്ഥാപിച്ച സത്യസഭ ഏതാണ്? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയാണ് സഭയുടെ ശിരസും സഭയുടെ സ്ഥാപകനും. യേശുവിൻ്റെ തുടർച്ചയാണ് സഭ, യേശുവിൻ്റെ ശരീരമാണ് സഭ. അതുകൊണ്ട് യേശുവിൻ്റെ സഭ ഒന്നായിരിക്കാനേ സാധിക്കുകയുള്ളൂ, ഒന്നിൽ കൂടുതൽ സഭയുണ്ടായിരിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ 2000 വർഷത്തെ ചരിത്രത്തിൽ യേശുവിൻ്റെ ശരീരമായ ഏകസഭ വിവിധ സഭാ സമൂഹങ്ങളായി ഇന്ന് കാണപ്പെടുന്നു. അങ്ങനെ വിവിധ സഭാ സമൂഹങ്ങൾ ഉള്ളതിൽ ഏതാണ് സത്യത്തിൽ യേശുവിൻ്റെ സഭ, സത്യസഭ, ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭ എന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നത്. യേശുക്രിസ്തു സ്ഥാപിച്ചതും അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചതും അവരുടെ അനുയായികൾ നയിക്കുന്നതുമായ ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭ, അതിൻ്റെ പൂർണ്ണത കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ ബോധ്യവും മനസ്സിലാക്കലും. ഈ 4 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണത്തിൻ്റെ അപൂർണതയോ പരിമിതിയോ സഭയുടെ പൂർണ്ണതയുടെ പരിമിതിയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും, സഭയുടെ അപൂർണതയായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ ഇന്ന് നിഖ്യ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ധാരാളം അപ്പസ്തോലിക സഭകളുണ്ട്. ഈ സഭകളിൽ കത്തോലിക്ക സഭയിൽ മാത്രമാണ് ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവും എന്നതിൻ്റെ പൂർണ്ണത നിലനിൽക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സത്യസഭ കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നു എന്നുള്ള അടിസ്ഥാന ചിന്തയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കാനായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 4 സവിശേഷതകളും സഭയുടെയും അവളുടെ ദൗത്യത്തിൻ്റെയും സത്താപരമായ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ 4 സവിശേഷതകളും സഭ തന്നെത്താൻ സ്വന്തമാക്കുകയല്ല, മറിച്ച് ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ സഭയെ
ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ 4 സവിശേഷതകളിൽ 4 സഭയുടെ ലക്ഷണങ്ങളിൽ ഒന്നാമത്തേതാണല്ലോ സഭ ഏകമാകുന്നു. സഭ ഏകമാകുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സഭ ഏകമാകുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ ഏകത്വത്തെ 3 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായി, സഭ അവളുടെ ഉറവിടം മൂലം ഏകമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ ഐക്യമാണ് സഭയുടെ ഉറവിടവും മാതൃകയും. പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ ഇച്ഛയിൽ നിന്നുമാണ് സഭ എന്ന പദ്ധതി രൂപം കൊണ്ടത്. അതുകൊണ്ട് സഭ അതിൻ്റെ ഉറവിടം മൂലം ഏകമാകുന്നു. പരിശുദ്ധ തൃത്വവുമായി ബന്ധപ്പെട്ട ആ തൃത്വിക ദൈവത്തിലാണ് അതിൻ്റെ ആരംഭവും അതിൻ്റെ ഉറവിടവും. അതുകൊണ്ട് സഭ ഏകമാകുന്നു. രണ്ടാമതായി, സഭ അതിൻ്റെ സ്ഥാപകൻ മൂലം ഏകമായിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനും വചനവുമായ യേശുമിശിഹായാണ് സഭ സ്ഥാപിച്ചത്. യേശുമിശിഹായിലാണ് സഭ സ്ഥാപിതമായത്. യേശു തൻ്റെ പരസ്യജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മനുഷ്യവംശത്തെ രക്ഷിച്ചു. അതിനുശേഷം യേശു തൻ്റെ ദൗത്യം തുടരുന്നതിനു വേണ്ടി തൻ്റെ ശരീരമായ സഭ സ്ഥാപിച്ചു. ഈ സഭ യേശുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ തുടർച്ചയാണ്. അതിനാൽ യേശുവിൻ്റെ ശരീരമായ യേശുവിൻ്റെ തുടർച്ചയായ സഭ ഏകമാണ്. കാരണം യേശു എന്ന സ്ഥാപകനിലൂടെയാണ് സഭ ആരംഭിച്ചതും അത് നിലനിൽക്കുന്നതും. അതുകൊണ്ട് സഭ അതിൻ്റെ സ്ഥാപകൻ മൂലം ഏകമാകുന്നു. യേശുവിൻ്റെ ശരീരമായ സഭ, യേശു ശിരസ്സായിരിക്കുന്ന സഭ ഒന്നാണ്. അതിന് വിവിധ ശിരസ്സുണ്ടാകാൻ സാധിക്കുകയില്ല, വിവിധ ശരീരമുണ്ടാകാൻ സാധിക്കുകയില്ല. ഒറ്റ ശരീരവും ഒറ്റ ശിരസ്സുമാണ്. അതുകൊണ്ട് സഭ ഏകമാണ്. മൂന്നാമതായി, സഭ അവളുടെ ആത്മാവ് മൂലം ഏകമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സഭ. പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളിലും വസിക്കുന്നു, സഭ മുഴുവനിലും വസിക്കുന്നു. പരിശുദ്ധാത്മാവാണ് സഭയെ മുൻപോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് സഭ അവളുടെ ആത്മാവ് മൂലം ഏകമാകുന്നു. സഭയ്ക്ക് ഒറ്റ ആത്മാവേ ഉള്ളൂ. ഈ ആത്മാവാണ് സഭയെ നയിക്കുന്നത്. അതിനാൽ സഭ ഏകമാകുന്നു. സഭ അവളുടെ ആത്മാവ് മൂലം ഏകമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സഭ. പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നുണ്ട്. വിശ്വാസികൾ വസിച്ചുകൊണ്ടും സഭ മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധാത്മാവാണ് വിശ്വാസികളുടെ കൂട്ടായ്മയെയും ഐക്യത്തെയും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും ഈ ആത്മാവ് തന്നെയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ അടിസ്ഥാനമായി വർത്തിക്കുന്നു. അതിനാൽ സഭ ഒന്നായിരിക്കുക എന്നുള്ളത് സഭയുടെ അടിസ്ഥാന ആവശ്യമാണ്. അതുകൊണ്ട് സഭ അതിൻ്റെ ആത്മാവ് മൂലം ഒന്നായിരിക്കുന്നു. സഭയ്ക്ക് ഒറ്റ ആത്മാവേ ഉള്ളൂ. അതുകൊണ്ട് സഭ ഏകമായിരിക്കുന്നു. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് ഇപ്രകാരം പറയുന്നു: എത്ര വിസ്മരണീയമായ ഒരു രഹസ്യം! എല്ലാവർക്കും പിതാവായി ഒരുവൻ, എല്ലാവർക്കുമായി ഒരു വചനം, എല്ലായിടത്തും ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്ന്, കന്യകയായ അമ്മ ഒരുവൾ മാത്രം, അവളെ സഭയെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും ആ ശരീരത്തിലെ അവയവങ്ങളുമാണ്. 1 കൊറിന്തോസ് 12:27. 1 കൊറിന്തോസ് 6:15 നാം കാണുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. 1 കൊറിന്തോസ് 12:13 പൗലോസ് ഇപ്രകാരം പറയുന്നു, നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ സ്നാനമേറ്റു. ചുരുക്കത്തിൽ ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ഒരേ സ്നാനമേറ്റവരാണ് ക്രിസ്ത്യാനികളെല്ലാവരും, വിശ്വാസികളെല്ലാവരും എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ എഫേസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരേ പ്രത്യാശയിൽ നമ്മൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവും ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. ചുരുക്കത്തിൽ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുക, ഒരു ശരീരമാണുള്ളത്, ഒരു ആത്മാവാണുള്ളത്, ഒരു കർത്താവാണുള്ളത്, ഒരു വിശ്വാസമാണുള്ളത്, ഒരു മാമോദീസായാണുള്ളത്. അതുകൊണ്ട് സഭ ഒന്നായിരിക്കാനേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായി തീർന്നിരിക്കുന്നു, ഒറ്റ ശരീരമായി തീർന്നിരിക്കുന്നു. ഗലാത്യ 3:28 പൗലോസ്ലീഹ ഈ ഐക്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്.
ഐക്യത്തിനു വേണ്ടിയുള്ള യേശുമിശിഹായുടെ പ്രാർത്ഥനയിലും ഈ ഐക്യം സഭയൊന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം വ്യക്തമായി കാണുന്നുണ്ട്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:21. കർത്താവ് തൻ്റെ മരണത്തിന് മുൻപുള്ള മരണമൊഴിയാണിത്. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഒന്നായിരിക്കണം. ക്രിസ്തുവിൻ്റെ അനുയായികളുടെ മുഖമുദ്രയാണ് ഐക്യം. അതുകൊണ്ട് ഐക്യത്തിന് എതിരെ നിൽക്കുന്നത് പാപമാണ്, തിന്മയാണ്. ക്രിസ്തു ഒന്നായിരിക്കുന്നതിനാൽ അവൻ്റെ സഭ ഒന്നാണ്. അതിന് വിഭജനം ഉണ്ടാകാൻ പാടില്ല. ആ വിഭജനം പാപമാണ് എന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഭ ഏകമാണ്. സഭ ഏകമാണെന്ന് പറയുമ്പോൾ തന്നെ സഭയുടെ ഐക്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ സഭയുടെ വൈവിധ്യത്തെക്കുറിച്ചും സഭയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പസ്തോലന്മാർ വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഷകളിൽ സുവിശേഷം പ്രഘോഷിക്കുകയും അങ്ങനെ വിവിധ സംസ്കാരങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും സഭ രൂപപ്പെടുകയും വളർന്നു വരികയും ചെയ്തു. അങ്ങനെ വിവിധ സഭാ സമൂഹങ്ങളിൽ വൈവിധ്യം നമ്മൾ കാണുന്നുണ്ട്. ആരാധനപരമായ വൈവിധ്യം, ദൈവശാസ്ത്രപരമായ വൈവിധ്യം, ആധ്യാത്മികതയിലുള്ള വൈവിധ്യം, അതിൻ്റെ നിയമപരമായ നടത്തിപ്പിലുള്ള വൈവിധ്യം. ഈ 4 തരം വൈവിധ്യവും സഭ അടിസ്ഥാനപരമായി അംഗീകരിച്ചിരിക്കുന്ന വൈവിധ്യമാണ്. എന്നാൽ അതേസമയം തന്നെ സഭ ഐക്യപ്പെട്ടിരിക്കുന്നു, കർത്താവിൻ്റെ സഭ ഒന്നായിരിക്കുന്നു എന്ന് പറയുന്നത് 3 കാര്യങ്ങളിലുള്ള അടിസ്ഥാനപരമായ ഐക്യമാണ് സഭ ലക്ഷ്യം വെക്കുക. സഭ ഒരേ സമയം ഈ 4 കാര്യങ്ങളിൽ വൈവിധ്യം പാലിക്കുമ്പോൾ തന്നെ സഭ 3 കാര്യങ്ങളിൽ കൃത്യമായ ഐക്യം സൂക്ഷിച്ചിരുന്നു. ഒന്നാമതായി അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച ഏക സത്യവിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. അതായത് എല്ലാ സഭകളിലും വിശ്വാസം അടിസ്ഥാനപരമായി ഒന്നായിരിക്കണം. വിശ്വാസത്തുള്ള ഐക്യം, അപ്പസ്തോലിക വിശ്വാസത്തുള്ള ഐക്യം അടിസ്ഥാനപരമായി ഐക്യത്തിൻ്റെ ഒന്നാമത്തെ സൂചനയാണ്. രണ്ടാമതായി കൂദാശകളിലുള്ള പൊതുവായ വിശ്വാസവും അംഗീകാരവും അതിന് വ്യാഖ്യാനത്തിലുള്ള ഐക്യവും. അപ്പോൾ വൈവിധ്യമാർന്ന വിവിധ സഭകളിൽ അതിന് വിശ്വാസം ഒന്നായിരിക്കും, കൂദാശകളെക്കുറിച്ചുള്ള അതിൻ്റെ വിശ്വാസവും അതിൻ്റെ ബോധ്യവും ഒന്നായിരിക്കും. മൂന്നാമതായി തിരുപ്പട്ട കൂദാശ വഴിയുള്ള അപ്പസ്തോലിക പിന്തുടർച്ച അഥവാ അപ്പസ്തോലിക അധികാരം. ഈ അപ്പസ്തോലിക അധികാരത്തിൽ ഐക്യമുണ്ടായിരിക്കണം. അതായത് അപ്പസ്തോലന്മാരുടെ തലവനായ പത്രോസിനോട് ചേർന്നുള്ള അപ്പസ്തോലിക സംഘം. ആ അപ്പസ്തോലിക സംഘം ഇന്ന് തുടരുന്നത് മെത്രാന്മാരിലൂടെയാണ്. മാർപ്പാപ്പ നേതൃത്വം നൽകുന്ന ഈ മെത്രാന്മാരുടെ അപ്പസ്തോലിക സംഘവുമായിട്ടുള്ള ഐക്യം മൂന്നാമത്തെ തലമാണ്. ചുരുക്കത്തിൽ 3 തരത്തിലാണ് ഐക്യം സഭ ലക്ഷ്യം വെക്കുക. വിശ്വാസത്തിലുള്ള ഐക്യം, കൂദാശയിലുള്ള ഐക്യം, ഭരണക്രമത്തിലുള്ള ഹൈരാർക്കിയിലുള്ള ഐക്യം. ഐക്യം എന്ന് പറയുമ്പോൾ ഐക്യരൂപ്യമല്ല സഭ ലക്ഷ്യം വയ്ക്കുക. യൂണിറ്റി എന്നത് യൂണിഫോമിറ്റി അല്ല, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നല്ല അർത്ഥമാക്കുക. പിന്നെയോ സഭ വൈവിധ്യങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ അടിസ്ഥാന കാര്യങ്ങളിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ ഐക്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഐക്യമെന്നതുകൊണ്ട് സഭ ലക്ഷ്യം വെക്കുക. വിശ്വാസം, കൂദാശ, ഹൈരാർക്കി, ഈ 3 കാര്യങ്ങളുള്ള ഐക്യമാണ് ഐക്യത്തിൻ്റെ 3 പ്രധാന ഘടകങ്ങളായിട്ട് സഭ മുൻപോട്ട് വയ്ക്കുക. വിവിധ വ്യക്തികൾ ഒരേ വിശ്വാസത്തിലും ഒരേ കൂദാശയിലും ജീവിക്കുകയും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരു മെത്രാൻ്റെ അപ്പസ്തോലിക നേതൃത്വത്തിൽ വളരുകയും ചെയ്യുന്നത് സഭ ഒന്നാകുന്നു എന്നതിൻ്റെ ദൃശ്യമായ അടയാളമാണ്. സാർവത്രിക സഭയിലെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ റോമിലെ പത്രോസിൻ്റെ പിൻഗാമിയുമായ മാർപ്പാപ്പായുമായി ഐക്യത്തിൽ ആയിരിക്കുമ്പോൾ സഭ ഏകമാകുന്നു എന്നതിനെ അത് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതിനാൽ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പ ആകമാന സഭ ഏകമാകുന്നു എന്നതിൻ്റെ ദൃശ്യമായ അടയാളവും ഐക്യത്തിൻ്റെ കേന്ദ്രവും സംരക്ഷകനും ആകുന്നു. 24 അപ്പസ്തോലിക സഭകൾ, ആ സഭയിലെ അപ്പസ്തോലിക അധികാരമുള്ള മെത്രാന്മാർ,
പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായുമായി ഐക്യത്തിലായിരിക്കുമ്പോൾ സഭ ഒന്നായിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന അത് നൽകുന്നു. ഇപ്രകാരം ഐക്യപ്പെട്ടിരിക്കുന്ന സഭയാണ് കത്തോലിക്ക സഭ. ഇത് കത്തോലിക്ക സഭ ഏകമാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ചരിത്രത്തിലുടനീളം സഭയിൽ വിഭജനങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാൻ സാധിക്കും. വിവിധ സഭകൾ പല പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയുണ്ടായി. എന്നാൽ സഭ ഏകമാകുന്നു എന്ന വിശേഷണം കത്തോലിക്ക സഭയിൽ നമുക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. സഭയുടെ ആരംഭം മുതൽ ഇന്നുവരെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും വിവിധ സഭാ സമൂഹങ്ങൾ വിവിധ കാരണങ്ങളാൽ മാറി നിൽക്കുകയുണ്ടായി. ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തി എന്ന് നമുക്കറിയാം. ഈ വിഭജനത്തിന് ഏതെങ്കിലും ഒരു വശത്തുള്ളവർ കുറ്റക്കാരായി എന്ന് പറയുന്നത് ശരിയല്ല. ഇരുഭാഗത്തുള്ളവരും അതിന് കാരണക്കാരായിരുന്നു. ആദ്യകാല എഴുത്തുകാരനായ ഒരിജൻ ഇപ്രകാരം പറയുന്നു: എവിടെ പാപങ്ങളുണ്ടോ അവിടെ വിഭജനങ്ങളും ശീഷ്മകളും പാഷണ്ഡതകളും തർക്കങ്ങളും ഉണ്ടാകും. എവിടെ സുഹൃതമുണ്ടോ അവിടെ യോജിപ്പും ഐക്യവും ഉണ്ടാകും. അവയിൽ നിന്ന് എല്ലാ വിശ്വാസികളുടെയുമായ ഏക ഹൃദയവും ഏക ആത്മാവും ഉടലെടുക്കും. കത്തോലിക്ക സഭയിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന സഭാ സമൂഹങ്ങളെ കത്തോലിക്ക സഭ സഹോദരീ സഭയായിട്ടാണ് മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളായിട്ട് അവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള സഭാ സമൂഹങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും രക്ഷയുടെ അടയാളങ്ങളും ഉണ്ടെങ്കിലും രക്ഷയ്ക്ക് ആവശ്യമായതിൻ്റെ എല്ലാം പൂർണ്ണത കത്തോലിക്ക സഭയിൽ മാത്രമാണ് എന്നതാണ് കത്തോലിക്ക സഭയുടെ ബോധ്യം. അതുകൊണ്ട് കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യം രക്ഷയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ്. കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യം പൂർണ്ണ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. സഭ ഐക്യത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ സുനോദോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: എന്തെന്നാൽ കാതോലികമായ ക്രിസ്തുവിൻ്റെ സഭയാണ് രക്ഷാകരമായ എല്ലാ മാർഗങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ കൂടി മാത്രമേ രക്ഷയ്ക്കാവശ്യമുള്ളവയെല്ലാം അവയുടെ പരിപൂർണതയോടുകൂടി സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ. പത്രോസ് തലവനായുള്ള സ്ലീഹന്മാർ സമൂഹത്തെയാണ് നമ്മുടെ കർത്താവ് പുതിയ ഉടമ്പടിയുടെ എല്ലാ നിക്ഷേപവും ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഭൂമിയിൽ കെട്ടിപ്പടുക്കാനാണ്. ഏതെങ്കിലും തരത്തിൽ ദൈവജനം എന്ന നാമത്തിൻ്റെ പാത്രമായിട്ടുള്ളവരെല്ലാം ഇതിനോട് പരിപൂർണമായി ഐക്യം പ്രാപിച്ചിരിക്കണം. സഭൈക്യം എന്ന ഡിക്രിയിൽ പ്രത്യേകമായിട്ട് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് 3:5. ചുരുക്കത്തിൽ ഐക്യത്തിൻ്റെ പൂർണ്ണതയും അടയാളവും കത്തോലിക്ക സഭയാണെന്നും രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യം ആവശ്യമാണെന്നും രണ്ടാം വത്തിക്കാൻ സുനോദോസ് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ഐക്യത്തിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ അവസാന മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചത്. യോഹന്നാൻ 17:21. കഴിഞ്ഞ 2000 വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ സഭയ്ക്കുള്ളിൽ മുറിവുകൾ ഉണ്ടായെന്നും വിഭജനങ്ങൾ ഉണ്ടായെന്നും ആ വിഭജനത്തിന് എല്ലാവരും ഉത്തരവാദികളാണെന്നും അതുകൊണ്ട് ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും എല്ലാവരും തിരിച്ചു വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ക്രിസ്തു തൻ്റെ സഭയ്ക്ക് ആരംഭം മുതൽ നൽകിയ ഈ ഐക്യത്തിൻ്റെ കൃപ നഷ്ടപ്പെടാനാവാത്ത വിധം കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുകയാണ്. കൂടാതെ ഈ ഐക്യം ലോകാവസാനം വരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നും നാം പ്രത്യാശിക്കുന്നു. ക്രിസ്തു തൻ്റെ സഭയ്ക്കുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഐക്യം അത് കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും സഭ നിരന്തരം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഐക്യത്തിലേക്കുള്ള സഭയുടെ വിളിയിൽ യേശുവിനോടുള്ള ആ സ്നേഹബന്ധത്തിൽ സ്വയം നവീകരിക്കപ്പെടാനായിട്ട് എല്ലാ സഭകളും പ്രാർത്ഥിക്കുകയും ഈ ഐക്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതാണ്. ഓരോരുത്തരും സുവിശേഷമനുസരിച്ച് കൂടുതൽ വിശുദ്ധിയും നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതോടൊപ്പം എല്ലാവരിലും ഹൃദയപരിവർത്തനവും മനസ്സാന്തരവും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഈ ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഐക്യത്തിനു വേണ്ടിയുള്ള പൊതു പ്രാർത്ഥനകൾ എല്ലാ സഭകളിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഐക്യത്തിനു വേണ്ടിയുള്ള രഹസ്യവും പരസ്യവുമായ പ്രാർത്ഥനകൾ, അതിനോടൊപ്പമുള്ള ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം, അതിനോടൊപ്പമുള്ള ഹൃദയത്തിൻ്റെ പരിവർത്തനവും ജീവിത വിശുദ്ധിയും പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ആത്മാവായി പരിഗണിക്കപ്പെടണം എന്ന് സഭ ആഗ്രഹിക്കുന്നു. കൂടാതെ സഹോദര സഭകളുമായിട്ടുള്ള സഹോദരീ സഭകളുമായിട്ടുള്ള പരസ്പര അറിവിലുള്ള വളർച്ച ഐക്യത്തിന് ആവശ്യമാണ്. വിവിധ സഭകളിലെ ദൈവശാസ്ത്രജ്ഞന്മാർ തമ്മിലുള്ള സംവാദവും ചർച്ചകളും
വിവിധ സഭകൾപ്പെട്ടവരുടെ സമ്മേളനവും ഈ ഐക്യത്തിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും. മൂന്നാമതായി, മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള പൊതു നന്മയിലുള്ള വിവിധ സഭകളുടെ ഒന്നിച്ചുള്ള കൂട്ടുചേരൽ പ്രവർത്തനങ്ങൾ ഈ ഐക്യ ശുശ്രൂഷയെ ബലപ്പെടുത്തും. കാരണം യേശുവിൻ്റെ ശരീരം ഒന്നാണ്, ആ സഭ ഒന്നാണ്. അത് വിഭജിക്കപ്പെടുന്നത്, മുറിക്കപ്പെടുന്നത് അത് പാപമാണ് എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നാണ് യേശു തന്നെ തൻ്റെ ജീവിതകാലത്ത് തൻ്റെ ശിഷ്യന്മാർ ഐക്യത്തിലായിരിക്കണം, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കണമെന്ന് യേശു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നിരന്തരം ഐക്യത്തിനു വേണ്ടിയുള്ള കർത്താവിൻ്റെ ഹൃദയനൊമ്പരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഐക്യത്തിൽ നിന്ന് മാറി നിൽക്കുക അത് പാപമാണ്, അത് തിന്മയാണ് എന്നുള്ള വലിയ ബോധ്യം ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടതാണ്. ഐക്യം സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം സഭ മുഴുവനും വിശ്വാസികൾക്കും ഇടയന്മാർക്കും ഒരുപോലെ ബാധകമാണെന്ന് നാം തിരിച്ചറിയണം. ഐക്യത്തിനു വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ തന്നെ ഈ ഐക്യമെന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം പ്രസാദിക്കുമ്പോഴാണ് ഈ ഐക്യം പൂർണ്ണമാകുക. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ കൃപയ്ക്കായിട്ട്, ഐക്യത്തിനു വേണ്ടിയുള്ള പരിശുദ്ധാത്മ കൃപയ്ക്കായിട്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. സഭകൾ തമ്മിലുള്ള ഐക്യം ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പൂർണ്ണ ബോധ്യം ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുമായി പുനരൈക്യപ്പെടാൻ അദ്ദേഹം തീരുമാനമെടുത്തത്. പുനരൈക്യം എന്ന ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആ തീരുമാനം അത് പൂർണ്ണമായും ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഐക്യം എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്. ഇപ്രകാരം ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിലൂടെ കത്തോലിക്കാ സഭയുമായി പുനരൈക്യപ്പെട്ട സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ. രണ്ടാമത്തെ വിശേഷണം അല്ലെങ്കിൽ സവിശേഷത സഭ വിശുദ്ധമാകുന്നു എന്നുള്ളതാണ്. സഭ കുറവ് വരാനാവാത്ത വിധം വിശുദ്ധമായിരിക്കുന്നു, വിശുദ്ധയായിരിക്കുന്നു എന്നുള്ളതാണ് സഭയുടെ ബോധ്യം. സഭയുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം സഭയുടെ ദൃശ്യസ്ഥാപകനായ യേശുമിശിഹായുടെ വിശുദ്ധി തന്നെയാണ്. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകപരിശുദ്ധനായിരിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു തൻ്റെ വധുവായ സഭയെ സ്വന്തം ശരീരവും രക്തവും നൽകി വിശുദ്ധീകരിച്ചു. കൂടാതെ യേശുവിൻ്റെ ശരീരമായി തൻ്റെ വധുവായ സഭയെ സ്വീകരിച്ചു, ചേർത്തു നിർത്തി. യേശുവിൻ്റെ ശരീരത്തിൻ്റെ തുടർച്ചയാണ് സഭ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് യേശു അടിസ്ഥാനപരമായി പരിശുദ്ധനാകയാൽ അവൻ്റെ ശരീരമായ സഭയും പരിശുദ്ധമാണ്. അതുപോലെ തന്നെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ലോകാവസാനം വരെ വിശുദ്ധ ജനമായി സഭയെ അവിടുന്ന് ഉറപ്പിച്ചു. ആദിമ ക്രിസ്ത്യാനികളെ വിശുദ്ധരെന്നാണ് വിളിച്ചിരുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ നിരന്തരം അത് സൂചിപ്പിക്കുന്നുണ്ട്. റോമായിലെ വിശുദ്ധർക്ക് എഴുതുന്നു, കൊറിന്തോസിലെ വിശുദ്ധർക്ക് എഴുതുന്നു, ഗലാത്യയിലെ വിശുദ്ധർക്ക് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ ആദിമ ക്രിസ്ത്യാനികളെ വിശുദ്ധരെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 9:13, 1 കൊറിന്തോസ് 6:1, 16:1, 1 പത്രോസ് 2:9 ഇവിടെയെല്ലാം നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട സഭ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ ക്രിസ്തു വഴി വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സഭയുടെ ബോധ്യം. പ്രാരംഭ കൂദാശയായ മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന എന്നിവയിലൂടെയാണ് ഓരോ ക്രിസ്ത്യാനിയും മിശിഹായുടെ വിശുദ്ധിയിൽ പങ്കുപറ്റുന്നത്. യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും രക്ഷയ്ക്കാവശ്യമായ എല്ലാ ദാനങ്ങളുടെയും പൂർണ്ണത കത്തോലിക്കാ സഭയിൽ നിലനിൽക്കുന്നതിനാൽ യേശുവിൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണതയും കത്തോലിക്കാ സഭയിലുണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നു. സഭ വിശുദ്ധമാണെന്ന് പറയുമ്പോൾ തന്നെ സഭയിലെ അംഗങ്ങൾ പാപികളുടെ സമൂഹം കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം. യേശുവിന് മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ ശരീരമായ സഭയ്ക്കും ഈ ദൃശ്യമായ സ്വഭാവവും അദൃശ്യ സ്വഭാവവുമുണ്ട്, ദൈവികവും മാനുഷികവുമായ സ്വഭാവമുണ്ട്. സഭയുടെ മനുഷ്യ സ്വഭാവം എന്നുകൊണ്ട് നാം മനസ്സിലാക്കുക ദൃശ്യമായ അതിൻ്റെ യാഥാർത്ഥ്യമാണ്, ഘടനയാണ്. അതായത് വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹം, ഭരണ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയെല്ലാം സഭയുടെ ദൃശ്യമായ യാഥാർത്ഥ്യങ്ങളാണ്. ഈ ദൃശ്യമായ മാനുഷികമായ യാഥാർത്ഥ്യങ്ങളെല്ലാം മാനുഷികമായ പരിമിതികളും കുറവും
എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം സഭയ്ക്ക് അദൃശ്യമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് യേശുവിൻ്റെ രക്ഷാകര സാന്നിധ്യമാണ്. അതെന്നും പരിശുദ്ധമാണ്. സഭയെ നിരന്തരം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അദൃശ്യമായ രക്ഷാകര സാന്നിധ്യം സഭയിലുണ്ട്. അതുകൊണ്ട് ഒരേ സമയം സഭ വിശുദ്ധമാണ്, അതേസമയം സഭ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. സഭയുടെ ഈ മാനുഷിക ഘടകം നിരന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യവും സഭയ്ക്കുണ്ട്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. നിരന്തരം വിശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ് സഭ എന്നുള്ള ബോധ്യത്തിലാണ് സഭ നിരന്തരം ജീവിക്കേണ്ടത്. സഭയുടെ വിശുദ്ധീകരണ കർമ്മങ്ങളിലൂടെ, കൂദാശകളിലൂടെ ഈ വിശുദ്ധീകരണം സഭയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. സഭ വിശുദ്ധമാണെന്ന് പറയുമ്പോൾ തന്നെ സഭയിലുള്ള മക്കളെല്ലാവരും പാപികളാണെന്നും നാം ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സഭാമക്കളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരും വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവരുമാണ്. അത് വിശുദ്ധമായ സഭയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. സഭയുടെ മൂന്നാമത്തെ സവിശേഷതയാണ്, ലക്ഷണമാണ് സഭ കാതോലികമാകുന്നു എന്നത്. കാതോലികം എന്ന പദത്തിന് സമഗ്രത, പൂർണ്ണത, സാർവത്രികം, സത്യവിശ്വാസം പഠിപ്പിക്കുന്നത് എന്നിങ്ങനെ വിവിധ അർത്ഥതലങ്ങളാണുള്ളത്. സമ്പൂർണത അനുസരിച്ചോ സമഗ്രത അനുസരിച്ചോ സാർവത്രികം എന്നും അതിന് അർത്ഥമുണ്ട്. അന്ത്യോക്യായിലെ മൂന്നാമത്തെ മെത്രാനായിരുന്ന വിശുദ്ധ ഇഗ്നാത്യോസാണ് ആദ്യമായി കാതലിക് എന്ന പദം ഉപയോഗിച്ച് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ധാരാളം പാഷണ്ഡതകൾ ശക്തമായി വന്നപ്പോൾ സത്യവിശ്വാസികളെയും പാഷണ്ഡുകളെയും തിരിച്ചറിയുന്നതിന് അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: മെത്രാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. ആ സഭ കാതോലികമാണ്, ആ സഭ കത്തോലിക്ക സഭയാണ്. എക്ലേസിയ കാത്ഹോളസ്, ദ ഹോൾ ചർച്ച്, ലോകത്തിലുള്ള മുഴുവൻ സഭയുടെയും സാന്നിധ്യം എവിടെയുണ്ട്? അക്കോർഡിംഗ് ടു ദി ഹോൾ, ഇൻ ജനറൽ, അതായത് ഒരു മെത്രാനാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രാദേശിക സഭ, അവിടെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം, രക്ഷയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമായതെല്ലാം അവിടെയുണ്ട്. അതിനാൽ ആ പ്രാദേശിക സഭ മുഴുവൻ സഭയെയും സാർവത്രിക സഭയെയും ഉൾക്കൊള്ളുന്നു. ആ പ്രാദേശിക സഭ സമഗ്രമാണ്, പൂർണ്ണമാണ്, സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്, തെറ്റില്ലാത്തതാണ്. അതിനാൽ മെത്രാനോട് ചേർന്ന് നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അവർ കത്തോലിക്കരാണ്, ദേ ആർ കാതലിക്. എന്നാൽ മെത്രാനോട് ചേർന്ന് നിൽക്കാത്തവർ, അവർ പാഷണ്ഡികളാണ്, അവർ സത്യവിശ്വാസം പഠിപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് ഇഗ്നാത്യോസ് സത്യസഭയെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ച പദമായിരുന്നു കാതലിക്. ആ സഭ സമഗ്രമാണ്, പൂർണ്ണമാണ്, സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്. കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണത അതിൻ്റെ ശിരസ്സുമായി ഐക്യപ്പെട്ട് നിലകൊള്ളുന്നു. രക്ഷയ്ക്കുള്ള ഉപാധികളുടെ പൂർണ്ണത യേശുവിൽ നിന്നും സഭ സ്വീകരിക്കുന്നു എന്ന് സഭാഐക്യത്തെക്കുറിച്ചുള്ള രേഖയിൽ വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു. അബദ്ധരഹിതവും പൂർണ്ണവുമായ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, സമഗ്രമായ കൗദാശിക ജീവിതം, അപ്പസ്തോലിക പിന്തുടർച്ചയിൽ തിരുപ്പട്ടം സ്വീകരിച്ചവരുടെ ശുശ്രൂഷ എന്നീ അടിസ്ഥാനപരമായ അർത്ഥത്തിൽ പന്തെക്കോസ്താ ദിവസം തന്നെ സഭ കാതോലികമായിരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ സഭ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 830 നാം ഇപ്രകാരം വായിക്കുന്നു. 2-ാം നൂറ്റാണ്ടോടുകൂടി അന്ത്യോക്യായിലും റോമായിലും അലക്സാന്ദ്രിയയിലും സഭാകേന്ദ്രങ്ങൾ വളർന്നു വന്നു. ഈ സഭാകേന്ദ്രങ്ങളിലെ സഭ സത്യസഭയാണ്, സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭയാണ് എന്ന അർത്ഥത്തിൽ കാതലിക് എന്ന പദപ്രയോഗം ഈ സഭകളെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ 325 നിഖ്യാ സൂനോദോസ് നടന്നപ്പോൾ, സഭയുടെ ലക്ഷണങ്ങൾ അവതരിപ്പിച്ചപ്പോൾ, സഭ ഏകമാണെന്നും വിശുദ്ധമാണെന്നും കാതോലികമാണെന്നും സഭ കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ നിയമാനുസൃതമുള്ള ഒരു മെത്രാൻ്റെ അധീനതയിലുള്ള ഒരു പ്രാദേശിക സഭ, ഒരു എപ്പാർക്കി, ഒരു ഭദ്രാസനം, ഒരു ആരാധനാ സമൂഹം, അതിൽ തന്നെ സമഗ്രമാണ്, പൂർണ്ണമാണ്, സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അത് കാതലിക്കാണ് എന്ന് സഭ ആദ്യകാലം മുതലേ വിശ്വസിച്ചു.
നിയമാനുസൃതമായി ഒരു മെത്രാനാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രാദേശിക സഭ. ആ സഭയിൽ രക്ഷയ്ക്ക് ആവശ്യമായ പൂർണ്ണതയെല്ലാം ഉണ്ട്. അതിനാൽ ആ സഭ മുഴുവൻ സഭയെയും ഉൾക്കൊള്ളുന്നു. ആ സഭ പൂർണ്ണമാണ്, സമഗ്രമാണ്, തെറ്റില്ലാത്തതാണ്, സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അപ്പസ്തോല പിൻഗാമികളായ മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, സത്യവിശ്വാസികൾ. അവർ കത്തോലിക്കരാണ്, കാതലിക്കാണ് എന്ന് കൃത്യമായിട്ട് സഭ വ്യാഖ്യാനിക്കുകയുണ്ടായി. എല്ലായിടത്തുമുള്ള സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ സഭ എന്ന അർത്ഥത്തിലാണ് യൂണിവേഴ്സൽ, സാർവത്രികം എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത്. അതായത് എല്ലായിടത്തുമുള്ള സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ സഭയുടെ ഒരു പരിച്ഛേദമാണ് ഒരു പ്രാദേശിക സഭാ സമൂഹം. സത്യവിശ്വാസം പഠിപ്പിക്കുന്നതും സമഗ്രമായതും പൂർണ്ണമായതും തെറ്റില്ലാത്തതും ആയ സത്യസഭ, അതിനെയാണ് കാതലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ഈ ചിന്തയാണ് സഭയുടെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ ഏകം വിശുദ്ധം എന്നതിൻ്റെ കൂടെ കാതലിക് എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പിതാക്കന്മാർ സഭയുടെ ലക്ഷണത്തെ വിശദീകരിച്ചത്. നിഖ്യാ വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്ന എല്ലാ സഭകളും ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമാണെന്ന് അവരെ വിശ്വസിക്കുന്നു. അവരെല്ലാവരും തന്നെ അവരുടെ സഭ കാതലിക്കാണ്, കാതോലികമാണ് എന്നും വിശ്വസിക്കുന്നു. എന്നാൽ കാതോലികതയുള്ള ഒരു പ്രാദേശിക സഭ ലോകത്ത് എല്ലായിടത്തുമുള്ള മറ്റ് കാതോലിക സഭകളുമായി സംസർഗത്തിലാകുമ്പോഴാണ്, കൂട്ടായ്മയിലാകുമ്പോഴാണ് അതിൻ്റെ കാതോലികത പൂർണ്ണതയിൽ എത്തുന്നത്. ചുരുക്കത്തിൽ കാതോലികതയുള്ള ഒരു പ്രാദേശിക സഭ ലോകത്തുള്ള മറ്റ് പ്രാദേശിക സഭകളോട്, പ്രത്യേകിച്ച് റോമിലെ സഭയുമായി വിശുദ്ധ കുർബാനയിൽ സംസർഗം പുലർത്തുമ്പോഴാണ് സഭയുടെ കാതോലികത അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ഇപ്രകാരം ലോകം മുഴുവനിലുമുള്ള വ്യത്യസ്തങ്ങളായ പ്രാദേശിക സഭകൾ റോമിലെ മെത്രാനോട് ചേർന്ന് ഐക്യത്തിലായിരിക്കുമ്പോഴാണ് കാതോലികതയുടെ പൂർണ്ണത ദൃശ്യമാകുന്നത്, സമഗ്രമാകുന്നത്. അതിനാൽ ഐക്യവും കൂട്ടായ്മയും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭകൾ പൂർണ്ണ അർത്ഥത്തിൽ കാതോലികമല്ല. അവരുടെ കാതോലികതയ്ക്ക് പരിമിതിയുണ്ട്. ഐക്യത്തിൻ്റെ പ്രതീകമായ പത്രോസിൻ്റെ പിൻഗാമിയുമായ മാർപ്പാപ്പായുമായി കൂട്ടായ്മയില്ലാത്ത, സംസർഗമില്ലാത്ത സഭകളുടെ കാതോലികത പരിമിതമാണ്, അപൂർണമാണ്. അവർ കാതോലികം എന്ന് പറയുമെങ്കിലും അവരുടെ കാതോലികതയ്ക്ക് അപൂർണതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. റോമിലെ മെത്രാനുമായി ആ കൂട്ടായ്മയിൽ സംസർഗത്തിൽ ആയിരിക്കുമ്പോഴാണ് കാതോലികതയുടെ പൂർണ്ണത ഒരു സഭയ്ക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. മർക്കോസ് 16:15, മത്തായി 28:19. ഇവിടെയെല്ലാം യേശുവിൻ്റെ അടിസ്ഥാനപരമായ ഈ ദൗത്യ ആഹ്വാനത്തിൽ സഭ സാർവത്രികമാണ് എന്നർത്ഥമാക്കുന്നു. സഭ ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതാണെന്നും സഭ എല്ലാ മനുഷ്യവംശത്തിനും വേണ്ടിയുള്ളതാണെന്നും അതൊരു പ്രാദേശികമായി, അത് ഒരു ഭാഷയുമായി, സംസ്കാരവുമായി മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ലെന്നും യേശുവിൻ്റെ ഈ ദൗത്യം ലോകം മുഴുവൻ സാർവത്രികമായി അതിന് അർത്ഥമുണ്ടെന്നും നാം മനസ്സിലാക്കുന്നു. മനുഷ്യവംശം മുഴുവനും വേണ്ടിയുള്ള ഒരു ദൗത്യത്തിനു വേണ്ടി സഭ അയക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ സഭ സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്, കാതലിക്കാണ് എന്നും നാം മനസ്സിലാക്കുന്നു. സകലരെയും ഉൾക്കൊള്ളുവാനും സകല സംസ്കാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മനുഷ്യകുലം മുഴുവനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് സഭ. അതുകൊണ്ട് സഭ സാർവത്രികം, യൂണിവേഴ്സൽ, കാതലിക് എന്ന് മനസ്സിലാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഇപ്രകാരം സകല ജനതകളെയും, സംസ്കാരങ്ങളെയും, വർഗങ്ങളെയും അവയുടെ വൈവിധ്യത്തോടെ ഉൾക്കൊള്ളുവാൻ മിശിഹായുടെ സഭയ്ക്ക് പ്രാപ്തിയുണ്ട്. അതിനാൽ സഭ കാതോലികമാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കൊളോസോസ് 1:18-20, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആദിമസഭയിൽ അബദ്ധ ഉപദേശകരിൽ നിന്നും യഥാർത്ഥ സഭയെ വേർതിരിച്ച് കാണുവാനായി സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭ എന്ന അർത്ഥത്തിലും കാതോലിക എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭയാണ് കത്തോലിക്ക സഭ. അങ്ങനെ സത്യസഭ കത്തോലിക്ക സഭയാണെന്ന് പൊതുവായി അറിയപ്പെടാൻ തുടങ്ങി. റോമാ മാർപ്പാപ്പായോട് കാനോനിക സംസർഗമുള്ള സഭകളെയാണ് ഇന്ന് കത്തോലിക്ക സഭയായി പരിഗണിക്കപ്പെടുക. 24 വൈവിധ്യമുള്ള അപ്പസ്തോലിക സഭകൾ റോമിലെ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായോടൊന്നിച്ച് സംസർഗത്തിലായിരിക്കുന്ന, ആ കൂട്ടായ്മയിലായിരിക്കുന്ന സഭയാണ് ഇന്ന്
കത്തോലിക്ക സഭയുടെ പൂർണ്ണതയുള്ള സഭയായിട്ട് നാം മനസ്സിലാക്കുക. യേശുക്രിസ്തു സന്നിഹിതമായിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണതയുള്ളതും പൂർണ്ണമായ സത്യവിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുള്ളതും സമഗ്രമായ കൗദാശിക ജീവിതമുള്ളതും തിരുപ്പട്ടം വഴി അപ്പസ്തോലിക പിന്തുടർച്ചയുള്ളതും പത്രോസിന് സിംഹാസനമായ റോമാ മാർപ്പാപ്പായുമായി ഐക്യം കാത്തുസൂക്ഷിക്കുന്നതും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതും എല്ലാ സംസ്കാരങ്ങളെയും വ്യക്തികളെയും ഉൾക്കൊള്ളുന്നതുമായ സഭയാണ് പൂർണ്ണാർത്ഥത്തിൽ കാതോലികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കത്തോലിക്ക, ഓർത്തഡോക്സ് എന്നീ പദപ്രയോഗങ്ങൾ എന്നു മുതലാണ് സഭ ഉപയോഗിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം, ആദിമസഭയിൽ ഓരോ സഭയും അറിയപ്പെട്ടിരുന്നത് ആ പ്രാദേശിക സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്. അന്ത്യോക്യായിലെ സഭ, റോമിലെ സഭ, അലക്സാന്ദ്രിയയിലെ സഭ, കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭ, ജെറുസലേമിലെ സഭ, അങ്ങനെ ഓരോ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് സഭകളെ പൊതുവായി അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് സഭയുടെ ഒരു ലക്ഷണമായി കത്തോലിസിറ്റി, കാതോലികത അതിൻ്റെ ഒരു വിശേഷണമായി രൂപപ്പെടുത്തി എന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനോട് ചേർന്ന് ഓർത്തഡോക്സ് എന്നൊരു പദം കൂടി ഉപയോഗിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭ എന്നുള്ള ചിന്തയിൽ 2-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും പാഷണ്ഡതകൾ സഭയിൽ വർദ്ധിച്ചു വന്നപ്പോൾ കാതലിക് എന്ന പദത്തോടുകൂടി ഓർത്തഡോക്സ് എന്ന പദം കൂടി ചേർത്ത് പറയുകയുണ്ടായി. റോമിലെ സഭ, അന്ത്യോക്യായിലെ സഭ, അലക്സാന്ദ്രിയയിലെ സഭ, ജെറുസലേമിലെ സഭ അത് കാതോലികമാണ്, കാതലിക്കാണ്. അതേസമയം ഓർത്തഡോക്സ് എന്ന പദം കൂടെ അതിന് കൂടെ ചേർത്തു. അതായത് ട്രൂ ഫെയ്ത്ത്, ഒരേ സമയം അത് കാതോലികവും ഓർത്തഡോക്സുമാണ്. സമഗ്രവും പൂർണ്ണവും സത്യവിശ്വാസം പഠിപ്പിക്കുന്നതും തെറ്റില്ലാത്തതുമായ സഭ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കാതലിക്, ഓർത്തഡോക്സ് എന്ന പദം എല്ലാ സഭകളോടും ചേർന്ന് ഉപയോഗിച്ചിരുന്നു. റോമിലെ സഭ, അന്ത്യോക്യായിലെ സഭ, അലക്സാന്ദ്രിയയിലെ സഭ, ജെറുസലേമിലെ സഭ, കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭ അത് ഒരേ സമയം കാതലിക്, ഓർത്തഡോക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 325 നിഖ്യാ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചപ്പോൾ അതിൽ കാതലിക് എന്ന പദം ആണ് വിശേഷണമായിട്ട് കൂട്ടിച്ചേർത്തത്. അതിനോടൊപ്പം ഓർത്തഡോക്സ് എന്ന ആശയവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കും. സഭയിൽ പാഷണ്ഡതകളും അബദ്ധോപദേശങ്ങളും കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് 431 3-ാം സൂനകദോസ്, എഫെസോസ് സൂനകദോസിൽ വെച്ച് നെസ്തോറിയൻ പാഷണ്ഡതയെ സഭ തള്ളിക്കളഞ്ഞു. തുടർന്ന് AD 451 കാൽസഡോൻ സൂനകദോസിൽ എർത്തീക്കൂസ് അവതരിപ്പിച്ച ഏകസ്വഭാവവാദത്തെയും സഭ തള്ളിക്കളഞ്ഞു. അപ്പോൾ ആദ്യത്തെ 4 സൂനകദോസുകൾ അംഗീകരിക്കുന്ന സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭ എന്ന് വിശ്വാസികൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി കാതലിക് എന്ന പദത്തോടുകൂടി ഓർത്തഡോക്സ് എന്ന പദം കൂടി കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ 4 സൂനകദോസുകളും അംഗീകരിക്കുന്ന സഭയാണ് സത്യസഭ. അതാണ് സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭ. കാതലിക്, ഓർത്തഡോക്സ് എന്ന് ഒന്നിച്ച് ഈ പദങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. നെസ്തോറിയൻ പാഷണ്ഡതയെയും ഏകസ്വഭാവ പാഷണ്ഡതയെയും തള്ളിക്കളയുന്ന ആദ്യത്തെ 4 സൂനകദോസുകൾ അംഗീകരിക്കുന്ന സഭയെ കാതലിക്, ഓർത്തഡോക്സ് സഭ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ചുരുക്കത്തിൽ 1054 റോമ സാമ്രാജ്യത്തിലെ പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളും വേർപിരിഞ്ഞ് 2ആയി തീരുന്നതുവരെ ആദ്യത്തെ 7 സൂനകദോസുകൾ അംഗീകരിക്കുന്ന സഭകളെ പൊതുവായി കാതലിക്, ഓർത്തഡോക്സ് സഭ എന്നാണ് പൊതുവായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അന്ത്യോക്യായിലെയും അലക്സാണ്ട്രിയയിലെയും റോമിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെയും ജെറുസലേമിലെയും സഭ 1054 വരെ ഒരേ സമയം കാതലിക്, ഓർത്തഡോക്സ് സഭ എന്നാണ് പൊതുവായിട്ട് അറിയപ്പെട്ടിരുന്നത്. എന്നാലും ഓരോ സഭയും ആ പ്രാദേശിക പേരിലാണ് അറിയപ്പെട്ടത്. റോമായിലെ സഭ, അന്ത്യോക്യായിലെ സഭ, അലക്സാണ്ട്രിയയിലെ സഭ എന്നിങ്ങനെ. എന്നാൽ 1-ാം ദശാബ്ദത്തിന് ശേഷം അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ റോമൻ പേട്രിയാർക്കും കോൺസ്റ്റാന്റിനോപ്പിൾ പേട്രിയാർക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും അകലാൻ തുടങ്ങുകയും ചെയ്തു. റോമിലുള്ളവർക്ക് ഗ്രീക്ക് ഭാഷ അറിയില്ല, കോൺസ്റ്റാന്റിനോപ്പിളുള്ളവർക്ക് ലത്തീൻ ഭാഷ അറിയുകയില്ല. അതുപോലെ തന്നെ വിവിധങ്ങളായ രാഷ്ട്രീയ, സാമൂഹിക പ്രശ്നങ്ങൾ ഇവയെല്ലാം റോമാ സഭയും കോൺസ്റ്റാന്റിനോപ്പിളെ സഭയും തമ്മിൽ, ഗ്രീക്ക് സഭയും തമ്മിൽ അകലാൻ ഇടയാക്കി. അതുകൂടാതെ പാശ്ചാത്യ സഭ, റോമൻ സഭ ഫീലിയോക്കെ, പുത്രനിൽ നിന്നും എന്നുകൂടിയുള്ള ആ പരാമർശം വിശ്വാസ പ്രമാണത്തോട് കൂട്ടിച്ചേർത്തു.
അത് പൗരസ്ത്യ സഭയോട് ആലോചിക്കാതെ ചെയ്തതാണ്. അതിൻ്റെ പേരിൽ അസ്വസ്ഥതയുണ്ടായി. റോമാസഭ പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്നു, അതിൻ്റെ പേരിൽ സഭയിൽ അസ്വസ്ഥതയുണ്ടായി. ചുരുക്കത്തിൽ 1054 പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭയും പരസ്പരം വേർപിരിയുകയും പരസ്പരം മഹറം ചൊല്ലുകയും രണ്ട് സഭകളും ഇരുപക്ഷമായി വേർതിരിയുകയും ചെയ്തു. അപ്പോൾ ഇരു സഭകളും തങ്ങളാണ് സത്യസഭ എന്ന് പറയുന്നതിന് വേണ്ടി ഇരു സഭകളും കാതലിക് ഓർത്തഡോക്സ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്രീക്ക് സഭകളും അതുപോലെ തന്നെ റോമായിലെ സഭയും അവരാണ് സത്യസഭ എന്ന് പറയുന്നതിന് വേണ്ടി ദേ ആർ ദി കാതലിക് ഓർത്തഡോക്സ് എന്ന് ഉപയോഗിച്ച് തുടങ്ങി. എന്നാൽ കാലക്രമേണ പാശ്ചാത്യ സഭ റോമൻ സഭ കാതലിക് എന്ന പദപ്രയോഗം സ്വന്തമാക്കി. അങ്ങനെ റോമൻ കാതലിക് ചർച്ച് എന്ന് പൊതുവായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ പൗരസ്ത്യ സഭ അല്ലെങ്കിൽ ഗ്രീക്ക് സഭ ഓർത്തഡോക്സ് എന്ന പദപ്രയോഗം അവർ സ്വന്തമാക്കുകയും അങ്ങനെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ എന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ അവരറിയപ്പെടാൻ തുടങ്ങി. അതിനുശേഷമാണ് റോമൻ സഭ കാതലിക് എന്ന പദപ്രയോഗം സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പൗരസ്ത്യ സഭ ഓർത്തഡോക്സ് എന്ന പദപ്രയോഗം സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സഭയുടെ 4ാമത്തെ ലക്ഷണമാണ്, സവിശേഷതയാണ്, സഭ ശ്ലൈഹികമാകുന്നു, അപ്പസ്തോലികമാകുന്നു. സുറിയാനി ഭാഷയിലെ സ്ലീഹ എന്ന പദത്തിൽ നിന്നുമാണ് ശ്ലൈഹികം എന്ന പദം രൂപപ്പെട്ടത്. ഗ്രീക്ക് ഭാഷയിലെ അപ്പസ്തോലസ് എന്ന പദത്തിൽ നിന്നാണ് അപ്പസ്തോലൻ എന്ന പദം ഉത്ഭവിച്ചത്. സ്ലീഹ അഥവാ അപ്പസ്തോലൻ എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ, ഔദ്യോഗികമായി അയക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാൽ ശ്ലൈഹികം, അപ്പസ്തോലികം എന്നീ പദങ്ങൾ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. സഭ അപ്പസ്തോലികമാണെന്നും ശ്ലൈഹികമാണെന്നും പറയുന്നത് ഒരേ അർത്ഥതലത്തിലാണ്. സഭ അപ്പസ്തോലികമാകുന്നു, ശ്ലൈഹികമാകുന്നു എന്ന് പറയുന്നതിന് കാരണം സഭ അപ്പസ്തോലന്മാരുടെ മേൽ പണിയപ്പെട്ടിരിക്കുന്നു, സ്ഥാപിതമായിരിക്കുന്നു എന്നത് തന്നെയാണ്. 3 അർത്ഥതലത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. എഫേസോസ് 2:20. അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭ. 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതുയർത്തപ്പെട്ടിട്ടുള്ളതും സഭ നിലനിൽക്കുന്നതും. രണ്ടാമതായി, സഭ തന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നല്ല നിക്ഷേപവും അപ്പസ്തോലന്മാരിൽ കേട്ട രക്ഷാകര വചനമായ പ്രബോധനം സൂക്ഷിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഭ അപ്പസ്തോലികമാണ്. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം വരെ സഭ അപ്പസ്തോലന്മാരാൽ തുടർന്നും പഠിപ്പിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ, വൈദികർ എന്നിവരിലൂടെ ഈ അപ്പസ്തോലിക ശുശ്രൂഷ ലോകാവസാനം വരെ സഭ നിർവഹിക്കുന്നു. ഈ 3 തലങ്ങളിൽ സഭ അപ്പസ്തോലികമാണ് എന്ന് അർത്ഥമാക്കുന്നു. അജപാലന ജോലിയിൽ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ സംഘം വൈദികരുടെ സഹായത്തോടെയും സഭയുടെ പരമോന്നത ഇടയനായ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായോടും ചേർന്ന് ഐക്യത്തിൽ ലോകാവസാനം വരെ ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ അർത്ഥത്തിലും സഭ അപ്പസ്തോലികമാണ്. യേശു തനിക്കുണ്ടായിരുന്ന പ്രവാചക പുരോഹിത രാജിക ദൗത്യം തുടരുന്നതിനായി തൻ്റെ പരസ്യജീവിതകാലത്ത് തന്നെ 12 അപ്പസ്തോലന്മാരെ വിളിച്ച് വേർതിരിച്ചു. അവർക്ക് ദൗത്യം കൊടുത്തു, അവർക്ക് അധികാരം കൊടുത്തു, അവർക്ക് ശക്തി കൊടുത്തു. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടതാണ്. അപ്പോൾ 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ സ്ഥാപിച്ചത്. ഈ അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൗത്യം ഏൽപ്പിച്ചത്. അവർക്കാണ് അധികാരം കൊടുക്കുന്നത്, അവർക്കാണ് ശക്തി കൊടുക്കുന്നത്. അതുകൊണ്ട് സഭ അടിസ്ഥാനപരമായി അപ്പസ്തോലികമാണ്. ചുരുക്കത്തിൽ അപ്പസ്തോലന്മാരുടെ ക്രിസ്തു അനുഭവത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും ആധികാരികതയാണ് സഭയുടെ ശ്ലൈഹികത അല്ലെങ്കിൽ അപ്പസ്തോലികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ ശ്ലൈഹികതയുടെ തുടർച്ചയും പ്രതീകവുമാണ്. പത്രോസ് തലവനായുള്ള
അപ്പസ്തോല സംഘത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട സഭ. ഈ സഭയ്ക്കാണ് അധികാരം നൽകിയത്, ദൗത്യം നൽകിയത്, ശക്തി നൽകിയത്. അപ്പസ്തോലന്മാർ തങ്ങൾക്ക് ഉചിതമായ പിൻഗാമികളെ, മെത്രാന്മാരെ നിയമിച്ചു. അങ്ങനെ സഭ, അപ്പസ്തോലിക സഭ, അപ്പസ്തോലന്മാരുടെ മേൽ പണിയപ്പെട്ട സഭ അവരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെ ഇന്നും തുടരുന്നു. അപ്പസ്തോലന്മാരുടെ തലവനായ പത്രോസിൻ്റെ പിൻഗാമിയായ റോമിലെ മാർപ്പാപ്പ, അദ്ദേഹം മറ്റ് അപ്പസ്തോല പിൻഗാമികളായ മെത്രാന്മാരോട് ഒന്നിച്ച് ഈ അപ്പസ്തോലിക ശുശ്രൂഷ കൂട്ടായ്മയിലും ഐക്യത്തിലും നിർവഹിക്കുന്നു. അതുകൊണ്ട് അപ്പസ്തോലന്മാർ പിൻഗാമികളായ മെത്രാന്മാർ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയോട് ഒന്നിച്ച് ഐക്യത്തിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ് അപ്പസ്തോലികതയുടെ പൂർണ്ണത സഭയിൽ ദൃശ്യമാകുന്നത്. ഈ അപ്പസ്തോലികയുടെ പൂർണ്ണത കത്തോലിക്ക സഭയിലാണ് നാം വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും കാണുന്നത്. മറ്റ് അപ്പസ്തോലിക സഭാസമൂഹങ്ങൾ പത്രോസിൻ്റെ പിൻഗാമിയുമായി കൂട്ടായ്മയിൽ നിന്നും അകന്നു നിൽക്കുന്ന അപ്പസ്തോലിക സമൂഹങ്ങൾ, അവർ തീർച്ചയായിട്ടും അപ്പസ്തോലിക സഭകൾ തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ അപ്പസ്തോലികയുടെ പൂർണ്ണത അപ്പസ്തോലിക തലവനായ പത്രോസിൻ്റെ പിൻഗാമിയുമായ മാർപ്പാപ്പയുമായി ചേർന്ന് നിർവഹിക്കുമ്പോഴാണ് അപ്പസ്തോലികതയുടെ പൂർണ്ണത സഭയിലുള്ളത് എന്നാണ് കത്തോലിക്ക സഭ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ആരംഭകാലം മുതൽ ക്രിസ്തുവിൻ്റെ സഭ കത്തോലിക്ക സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കാലാകാലങ്ങളിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയവരാണ് പുതിയ പേരുകൾ എടുക്കാൻ നിർബന്ധിതരായത്. യേശുക്രിസ്തു സ്ഥാപിച്ചതും സ്ലിഹന്മാർ പ്രഘോഷിച്ചതും അവളുടെ അനുയായികൾ നയിക്കുന്നതും ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭ കത്തോലിക്ക സഭയാണ് എന്നതാണ് കത്തോലിക്ക സഭയുടെ ബോധ്യം. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ വിഭജിക്കപ്പെട്ടെന്നും പലതായി തീർന്നെന്നും അതുകൊണ്ട് യഥാർത്ഥ സഭയെ കണ്ടെത്തുക സാധ്യമല്ലെന്നും യഥാർത്ഥ സഭ നശിച്ചുപോയെന്നും ഇനി സഭയെ പുനഃസ്ഥാപിക്കാൻ പുതിയ സഭ രൂപപ്പെടുത്തണമൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സഭയിൽ വിഭജനങ്ങൾ ഉണ്ടായപ്പോഴും സത്യസഭ കത്തോലിക്ക സഭയിൽ തന്നെ നിലനിന്നു. കർത്താവിൻ്റെ സഭ വിഭജിതമായില്ലെന്നും ക്രിസ്തുനാഥൻ പല സഭകളെ സ്ഥാപിച്ചില്ലെന്നും അവിടുന്ന് രക്തം ചിന്തി സ്ഥാപിച്ച സഭ ഏകമാണെന്നും അതിന്നും നിലനിൽക്കുന്നുവെന്നും അത് ചരിത്രത്തിൽ കീറി മുറിക്കപ്പെട്ട് ഇല്ലാതായില്ലെന്നും സഭാപിതാക്കന്മാർ വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ തുടങ്ങിയ പിതാക്കന്മാർ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സത്യസഭ കത്തോലിക്ക സഭയാണ് എന്ന് വത്തിക്കാൻ സുനോദോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം വത്തിക്കാൻ സുനോദോസ് പറയുന്നു: ഏകവും പരിശുദ്ധവും സാർവത്രികവും ശ്ലൈഹികവും എന്ന വിശ്വാസപ്രമാണത്തിൽ നാം സംബന്ധിച്ച് പറയുന്ന സഭ, ഉത്ഥാനശേഷം നമ്മുടെ രക്ഷകൻ മേയ്ക്കാനായി പത്രോസിനെ ഫലമേൽപ്പിച്ച സഭ, പ്രചരിപ്പിക്കാനും ഭരിക്കാനും വേണ്ടി വിശുദ്ധ പത്രോസിനെയും മറ്റ് സ്ലിഹന്മാരെയും ഏൽപ്പിച്ച സഭ, ഇതാണ് ക്രിസ്തുവിൻ്റെ ഏകസഭ. അവളെ എക്കാലത്തേക്കുമായി സത്യത്തിൻ്റെ തൂണും താങ്ങുമായി അവിടുന്ന് സ്ഥാപിച്ചു. ഇഹത്തിൽ സ്ഥാപിച്ച് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹമെന്ന നിലയിൽ കത്തോലിക്ക സഭയിലാണ് ക്രിസ്തുവിൻ്റെ മേൽപ്പറഞ്ഞ സഭ ദൃശ്യമാകുക. പത്രോസിന് പിൻഗാമിയും അദ്ദേഹത്തോട് ഐക്യം പുലർത്തുന്ന മെത്രാന്മാരും ചേർന്ന് ഈ സഭയെ നയിക്കുന്നു. സഭയുടെ ദൃശ്യമണ്ഡലത്തിന് പുറത്തും സത്യത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ധാരാളം ഘടകങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അവ ക്രിസ്തുവിൻ്റെ സഭയുടെ ഉടമസ്ഥതയിൽപ്പെട്ട വരങ്ങളാണ്. ആ നിലയ്ക്ക് അവ കത്തോലിക്ക ഐക്യത്തിലേക്ക് മാർഗനിർദ്ദേശം ചെയ്യുന്ന പ്രേരക ശക്തികളാണ്. തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ 8(2). സത്യസഭയെ എവിടെ കണ്ടെത്താം എന്ന ചോദ്യത്തിന് സുനോദോസ് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സഭ പത്രോസിന് പിൻഗാമി അധ്യക്ഷനായുള്ള കത്തോലിക്ക സഭയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. അദ്ദേഹത്തോട് കൂട്ടായ്മ പുലർത്തുന്ന മെത്രാന്മാർ ആ സഭയെ നയിക്കുന്നു. ഈ സഭയിൽ നിന്ന് കാലാകാലങ്ങളിൽ മാറി നിന്നവർ ഈ സഭയ്ക്ക് ഐക്യത്തിന് മങ്ങലേൽപ്പിച്ചു. എങ്കിലും ഐക്യം പൂർണ്ണമായി തകർന്നില്ല. സത്താപരമായി സഭ വിഭജിക്കപ്പെട്ട് ഇല്ലാതായില്ല. ക്രിസ്തുവിൻ്റെ ശരീരം വിഭജനം കൂടാതെ ഇന്നും നിലനിൽക്കുന്നു. വിഭജിക്കപ്പെട്ടാൽ അത് മൃതമായി പോകും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാകയാൽ അവിടുന്ന് തൻ്റെ ശരീരത്തെ നിരന്തരം സജീവമാക്കി നിർത്തും, ചൈതന്യവത്താക്കും. അതുകൊണ്ട് സഭകളുടെ ഐക്യം വീണ്ടെടുക്കൽ എന്ന് പറയാതെ ക്രിസ്ത്യാനികളുടെ ഐക്യം വീണ്ടെടുക്കുന്നു എന്നാണ് സഭ പൊതുവെ പറയുക. ഇക്യുമെനിസത്തെക്കുറിച്ചുള്ള രേഖ 1, തിരുസഭയെക്കുറിച്ചുള്ള രേഖ 8 ഇതിലൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്.
കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് വിവിധ അപ്പസ്തോലിക സഭാ സമൂഹങ്ങളുണ്ട്. എന്നാൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളോടും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളോടും കത്തോലിക്ക സഭയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ സഭകളുമായി വിശ്വാസത്തിലും കൂദാശയിലും പൂർണ്ണ ഐക്യമാണുള്ളത്. എന്നാൽ അപ്പസ്തോലിക അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുകൊണ്ട് ഈ സഭകളുമായി ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന്, ഐക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നതിന് അല്പം കൂടിയേ വേണ്ടൂ എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അത്രമാത്രം ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുമായും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളുമായും കത്തോലിക്ക സഭ ഐക്യപ്പെട്ടിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. എന്നാൽ ഐക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട്. ഇന്ന് നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ ദൈവത്തിൻ്റെ ഇടപെടലും ആവശ്യമാണ്. ഈ എപ്പിസോഡിൽ പ്രധാനമായി സഭയുടെ 4 ലക്ഷണങ്ങൾ എന്താണെന്നാണ് നാം പഠിച്ചത്. വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ അപ്പസ്തോലിക സഭ, സത്യസഭ, കത്തോലിക്ക സഭയിലാണ് ഇന്ന് പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ ബോധ്യം. നിഖ്യ വിശ്വാസ പ്രമാണം അംഗീകരിക്കുന്ന, ഏറ്റുപറയുന്ന സഭാ സമൂഹങ്ങളെയാണ് പൊതുവായി അപ്പസ്തോലിക സഭ എന്ന പേരിൽ അറിയപ്പെടുക. എന്നാൽ നിഖ്യ വിശ്വാസ പ്രമാണം അംഗീകരിക്കാത്ത നിരവധി ക്രിസ്തീയ സമൂഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. യേശു തൻ്റെ ദൗത്യം 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭയെ ഫലമേൽപ്പിച്ചു. ആ സഭ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നും അപ്പസ്തോലിക അധികാരമുള്ള മെത്രാന്മാരാൽ ഭരിക്കപ്പെടുന്നു. ഈ ചിന്താധാരയെ എല്ലാം തള്ളിക്കളയുന്ന നിരവധി ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സഭ പണിയപ്പെട്ടിരിക്കുന്നത് അപ്പസ്തോലന്മാരെന്ന അടിസ്ഥാനത്തിനല്ല, പിന്നെയോ വിശുദ്ധ ഗ്രന്ഥത്തിന്മേലാണ്, അധികാരം വിശുദ്ധ ഗ്രന്ഥത്തിനാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പസ്തോലിക അടിസ്ഥാനത്തെ തള്ളിക്കളയുന്ന, നിഖ്യ വിശ്വാസ പ്രമാണത്തെ തള്ളിക്കളയുന്ന ക്രിസ്തീയ കൂട്ടായ്മകളെ സഭയായി കത്തോലിക്ക സഭ കരുതുന്നില്ല. പകരം അവരെ ക്രിസ്തീയ സമൂഹങ്ങളായിട്ടാണ് പരിഗണിക്കുക. നൈസ്യൻ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന അപ്പസ്തോലിക സഭകൾ തന്നെ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായുമായി സംസർഗമുള്ള 24 വ്യക്തിഗത സഭകളുണ്ട്. ആ സഭകളാണ് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലുള്ളത്. അവരെയാണ് പൂർണ്ണ അർത്ഥത്തിൽ ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവും എന്നതുകൊണ്ട് കത്തോലിക്ക സഭ മനസ്സിലാക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ പുതിയ ഒരു വിഷയവുമായി നമുക്ക് കടന്നു വരാം.